ഫിഫ വേൾഡ് കപ്പ് പൊതുവേ പറയപ്പെടുന്നത് മോർ ടീംസ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അതായത് ഫോർ എവരി വൺ എന്നുള്ളതാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ പല രീതിയിലും, അതായത് നമ്മളിപ്പം കണ്ടത് ഒരു റഫറിയെ, പിന്നെ സൊമാലിയയിലെ റഫറിയെ, പിന്നെ ഇറാഖിലെ ഒരു ഒഫീഷ്യലിനെ, മൊറോക്കോയിലെ ഒരുപാട് കാണികളെ ഒക്കെ ഇതിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേക തരത്തിലുള്ള റേഷ്യൽ എന്നോ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന കുറച്ചൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംഗതികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു വലിയ പോപ്പുലേഷനെ പുറത്താക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. അതിന് ഫിഫയ്ക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മളിത് വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ, ഡെമോക്രസിയുടെ ഒരു ഉത്സവമാണെന്നൊക്കെ പറയുമെങ്കിലും ഇതിനകത്തൊരു വലിയ ഒരു ജനവിഭാഗത്തോടുള്ള ഒരു എതിർപ്പും കൂടി കാണുന്നുണ്ട്. ഇത് ഞാൻ ഇസ്ലാമോഫോബിയ എന്ന് പറയില്ല. എന്താ വെച്ചാൽ ഇതിൽ പല ഈ നോ വിസാസ് ഇത് വന്നിട്ടുള്ള പല രാജ്യങ്ങളും 11 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ആർക്കും വിസ കൊടുത്തിട്ടില്ല. അതിൽ പക്ഷെ പലതും ഇപ്പൊ ഗാന, ഐവറി കോസ്റ്റ് അങ്ങനത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അത് പൊതുവെ ഒരു തേർഡ് വേൾഡിനെതിരെ അല്ലെങ്കിൽ വെള്ളക്കാരല്ലാത്തവർക്കെതിരെ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു റേസിസ്റ്റ് എലിമെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. സൊമാലിയെ പറ്റിയൊക്കെ വളരെ പബ്ലിക്കായിട്ട് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൊമാലിയൻസിനെ പറ്റി ടെററിസ്റ്റുകൾ എന്നാ പറയുന്നത്. അതെ, അതിപ്പോ ഈ റെഫറിയുടെ കാര്യത്തിൽ തന്നെ BBC-യുടെ മെയിൻ റിപ്പോർട്ടർ ഇൻഫന്റിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്താ. അപ്പൊ ആദ്യം ഉത്തരം തുടങ്ങുന്നത് യു ചിൽ റിലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇത് ആഫ്രിക്കയിലത്തെ കാഫിന്റെ, കൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഏറ്റവും മികച്ച റെഫറി അവാർഡ് കിട്ടിയ ആളാണ്. അയാളെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ടെററിസ്റ്റ് ബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചിട്ടുള്ളത്. ഇതിപ്പോ എന്താണ് ഈ ടെററിസ്റ്റ് ബന്ധം എന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളൊരു ഫ്രീ പാലസ്റ്റീൻ ഒരു ആരുടെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ നിങ്ങൾ ടെററിസ്റ്റ് ആയി. ഇപ്പോഴത്തെ അമേരിക്കയിലത്തെ സംവിധാനം അങ്ങനെയാണ്. അപ്പൊ അതിന് ഒരു ലോജിക്കും ഇല്ലാത്തൊരിതാണ്. അപ്പൊ എന്ത് ബേസിസിൽ ഓരോരുത്തർക്ക് വിസ കൊടുക്കണമെന്ന് ആർക്കും അറിയില്ല. ഇതിന് മുമ്പ് നടന്ന വേൾഡ് കപ്പുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റേഷ്യൽ അമേരിക്കയില് 94 നടന്നപ്പോ ഇത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, 24 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പൊ ബിൽ ക്ലിന്റന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അവര് എന്താ പറയാ, ഒന്ന് അമേരിക്കയിൽ കളി പോപ്പുലർ ആക്കാനുള്ള ഒരു വലിയൊരു ശ്രമമായിരുന്നു ആ ലോകകപ്പ്. അപ്പൊ അത് കുറേം കൂടി ആൾക്കാർ ഒരു ഫെസ്റ്റിവല് തന്നെ ആയിരുന്നു അത്. ഇതിപ്പോ ഇന്നലെ ഞാൻ ഇയൻ റൈറ്റിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. ഇയൻ റൈറ്റ് പണ്ട് ഇംഗ്ലണ്ടിന് കളിച്ചിരുന്ന കളിക്കാരൻ. ഇയൻ റൈറ്റ് പറയുന്നത് ദിസ് വിൽ ബി ദ വേൾഡ് കപ്പ് ഓഫ് കെയോസ്. എന്ന് വെച്ചാൽ ആർക്കും ഒന്നും അറിയില്ല എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. ഈ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സ്പോർട്സിൽ നമ്മളെപ്പം പറയുന്നതാണല്ലോ, ഹിറ്റ്ലറുടെ സമയം, അതിനുശേഷം ഇങ്ങോട്ട് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഫുട്ബോളിന് ഇത്രയും റേഷ്യലായിട്ട് ഇങ്ങനെ സമീപിച്ച മറ്റവസരങ്ങൾ, അതായത് വെറും വേൾഡ് കപ്പ് മാത്രമല്ല, ദിലീപിന്റെ ഒരു റേഷ്യൽ എന്ന് പറഞ്ഞാൽ നാഷണലിസം ഫുട്ബോളും എല്ലാ കാലത്തും. ഇപ്പൊ മുസോളിനി 34 ലോകകപ്പ് നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇറ്റലി, ഫാഷിസ്റ്റ് ഇറ്റലിയാണ് ഏറ്റവും ശക്തമായ രാജ്യം എന്ന് കാണിക്കാൻ വേണ്ടി. അതിനുവേണ്ടി പലതും ചെയ്തു. ഇപ്പൊ ഓറിയുണ്ടി എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയില് എന്താ പറയാ റൂട്ട്സ് ഉള്ള അർജന്റീന കളിക്കാര്, ലൂയിസ് മോണ്ടി 1930 ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച കളിക്കാരനെയൊക്കെ ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നു, ഇറ്റാലിയൻ ടീമിന് കളിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ അത് അത്രയും ഡെസ്പറേറ്റ് ആയിരുന്നു ജയിക്കാൻ, എന്നാലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ പല രാജ്യങ്ങളും ഇത് ഹോസ്റ്റ് ചെയ്യേണ്ട അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇതില് ഇപ്പം LGBTQ+ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ ഒരുപാട് അലിഗേഷൻസ് അമേരിക്കനെ പറ്റിയും മെക്സിക്കോനെ പറ്റിയും ഒക്കെ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടാണ് ഖത്തറിനെതിരായിട്ടും വലിയ ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആ തരത്തിലുള്ള ഒരു വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് സ്പെക്ട്രം ബ്രീച്ച് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതിപ്പോ ഈ ലോകകപ്പ് മാത്രം എന്തിനാ നമ്മൾ നോക്കണം? ഇപ്പൊ ലോകത്ത് എവിടെ പോയാലും ഇപ്പൊ മറ്റേ ട്രാൻസ്ജെൻഡർ ലോസ് ഒക്കെ പലതും ട്രംപ് ഇപ്പൊ മാറ്റിയിട്ടുണ്ടല്ലോ. പല സ്റ്റേറ്റുകളിലും അവരോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി കഴിഞ്ഞു. അപ്പൊ അതൊരു ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ഐസൊലേഷനിൽ എക്സിസ്റ്റ് ചെയ്യണ ഒരു ഇതല്ല, സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പൊ അവിടെ നടക്കണ മാറ്റങ്ങൾ ഫുട്ബോളിലേക്കും വരുന്നു എന്നായിരുന്നു. അല്ല, അതൊരു വലിയൊരു വിശാലമായിട്ട് നമ്മളൊരു പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഫുട്ബോളൊക്കെ ശരിക്കും ഇതിനൊക്കെ യുണൈറ്റ് ചെയ്യാൻ അല്ലെ വലിയൊരു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു സാധനമായി മാറുകയും ചെയ്യണ്ടല്ലേ?
അതെ, സ്പോർട്സ് ശരിക്കും ഒരു ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഫിഫ ലോകകപ്പ് ആയാലും ഒളിമ്പിക്സ് ആയാലും ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു സെലിബ്രേഷൻ ആവുന്നതാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് കുറെ കാലമായിട്ട് അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 50 കൊല്ലത്തിന് മുമ്പ് 68 മെക്സിക്കോ ഒളിമ്പിക്സിലെ ബ്ലാക്ക് പവർ സല്യൂട്ട് ഇതൊക്കെ വരാൻ കാരണം ഈ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് പല കളിക്കാരും പ്രതിഷേധിക്കുക. അവർക്ക് അവരുടെ നാട്ടിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി അവർക്ക് ഒരു സ്റ്റേജ് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ഇവന്റ്സും കൂടിയാണ്. അപ്പൊ ഇത്തവണ എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും 1-2 കളിക്കാർ ഇപ്പൊ ഗാസയില് നടക്കുന്ന കാര്യങ്ങളായാലും വേറെ വല്ലവരുടെയും ഇപ്പൊ അമേരിക്കയിലത്തെ പ്രശ്നങ്ങളായാലും അവരതിനെ ഫോക്കസ് ചെയ്യും അവരുടെ സെലിബ്രേഷനിലോ കളി കഴിഞ്ഞിട്ടോ എന്തെങ്കിലും രീതിയിൽ. അതായത് അവിടുത്തെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അമേരിക്കനകത്തുള്ള ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകൾ വാൺ ചെയ്തിട്ടുണ്ട്. കാരണം അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ, കളിക്കാരുൾപ്പെടെ. അതും കൂടി നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കണം. കാരണം ഇപ്പം റഫറിയെ പുറത്ത് കയറാൻ സമ്മതിക്കാത്ത പോലെ തന്നെ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷെ എത്രത്തോളം ഇപ്പൊ അധിക കളിക്കാരും കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ ആയിട്ട് കാര്യം ചെയ്യുക. ഇപ്പൊ ഇറാൻ മെക്സിക്കോയിൽ ലാൻഡ് ചെയ്തപ്പോ അവരുടെ എല്ലാവരുടെയും ജാക്കറ്റിൽ 168 എന്നൊരു പിന്നുണ്ടായിരുന്നു. ആ മരിച്ച കുട്ടികളുടെ എണ്ണം, ആ സ്കൂളിൽ മരിച്ച കുട്ടികളുടെ എണ്ണം. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ തെളിവില്ലല്ലോ. എന്താ 168 അവന് പറയാം എന്റെ സ്കൂളിലത്തെ റോൾ നമ്പർ ആയിരുന്നു എന്തെങ്കിലും പറയാം. അപ്പൊ അത് പറഞ്ഞിട്ട് ഒരാളെ കളിക്കാരനെ ബാൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവര് പല എന്താ പറയുക കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതെ, അത് കളിക്കാരും ചിലപ്പോ ടീം അസോസിയേഷൻസ് അടക്കം ചിലപ്പോ പലതും ചെയ്തു എന്ന് വരും. പിന്നെ ഇതിന്റെ ഇക്കോണമിക്സിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. കാരണം അവിടെയുള്ള ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നൊക്കെ വരുന്ന സാധനങ്ങൾ നമ്മളിപ്പം ഫോബ്സും അതിലൊക്കെ നോക്കുന്ന സമയത്ത് കാണുന്നത് ഇതൊരു ഇക്കോണമിക് ട്രാജഡിയാണെന്ന്. കാരണം ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള അമേരിക്കൻ, മെക്സിക്കൻ, കനേഡിയൻ സംഗതികളിലേക്കൊന്നും പ്രതിഫലിക്കുന്നില്ല. അത്രയും വലിയൊരു റിച്ച്നെസ് അത് കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അതെന്തായിരിക്കും അതിന്റെ കാരണം? അത് ഓരോ സ്ഥലം അനുസരിച്ചിരിക്കും. കുറേയൊക്കെ ഇപ്പൊ ലോസ് ആഞ്ചലസ് ഒന്നും പൈസ ചെലവാക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഒളിമ്പിക്സിനായാലും ലോകകപ്പിനായാലും ലോസ് ആഞ്ചലസ് എന്ന നഗരം വളരെ കുറച്ച് പൈസ ചെലവാക്കിയില്ല. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പൊ തന്നെ ഉണ്ട്. ഏറ്റവും മികച്ച സ്റ്റേഡിയംസ്, അവര് സൂപ്പർ ബോൾ ഇതൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള വെന്യൂസ് ആണ്. അപ്പൊ അവർക്ക് കാര്യമായിട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. വേറെ ചില സ്ഥലങ്ങളിലാണ് ഇപ്പൊ അവര് വിചാരിച്ച പോലെ ക്രൗഡും ഇതൊന്നും വരാൻ പോകുന്നില്ല. ഈ വിസ പ്രശ്നം കാരണം പ്രത്യേകിച്ചും. ഇപ്പൊ ഏറ്റവും വലിയ കളി കിട്ടുന്ന നഗരങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഒരു ബ്രസീലിന്റെ, അർജന്റീനയുടെ, പോർച്ചുഗൽ, ജർമ്മനി ഇങ്ങനത്തെ ടീംസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന നഗരങ്ങളിൽ കുറെ ഫാൻസ് വരും. അവിടുന്ന് സാധാരണ അവരുടെ ഫാൻസിന് വിസ കിട്ടും ചെയ്യും. നേരെ തിരിച്ചിപ്പോ ഒരു സൗദി അറേബ്യ, ഇറാൻ, ആഫ്രിക്കൻ ടീംസ്, ജോർദാൻ ഇവരുടെയൊക്കെ കളിക്ക് എത്ര തന്നെ ആൾക്കാർ പോയി കാണും. പിന്നെ ടിക്കറ്റിന്റെ പ്രൈസ് വേറെ ഒരു ഫാക്ടർ. ഈ വേറൊരു വലിയൊരു ഇഷ്യൂ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, അത് 2-3 എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു, ഈ ഡൈനാമിക് പ്രൈസിങ്. അതൊരു പ്രത്യേകിച്ചും ഇതുപോലത്തെ ഒരു സ്പോർട്ടിങ് ഇവന്റിനെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? ഫിഫയുടെ വേറെ പല ഇവന്റ്സിനും അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അമേരിക്കയിൽ അത് സാധാരണയാണ്. ഇപ്പൊ സ്പോർട്ടിങ് ഇവന്റിനായാലും ഒരു മ്യൂസിക് കോൺസെർട്ടിനായാലും ഒക്കെ ഈ ഡൈനാമിക് പ്രൈസിങ് വെച്ചിട്ടാണ് അവർ പോവാറ്. NFL അങ്ങനെയുണ്ടോ? മിക്ക ലീഗിലും പൊതുവെ ഈ പിന്നെ ഇൻഫാന്റിനോക്കെതിരെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് മൂപ്പര് അതൊരു അമേരിക്കനൈസ് ചെയ്യുന്നു നമ്മുടെ സോക്കറിനെ. പക്ഷെ അമേരിക്കയിൽ തന്നെ ഇതിനെപ്പറ്റി പല പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷിക്കാഗോ 94 ഹോസ്റ്റ് ചെയ്ത സിറ്റി, ഓപ്പണിംഗ് മാച്ച് ഹോസ്റ്റ് ചെയ്ത സിറ്റി ഇത്തവണ ഇല്ല. അതിനൊരു കാരണം ഇതാണ്, എന്താ വെച്ചാൽ ഇതിന്റെ ലോകകപ്പിൽ നിന്ന് കിട്ടണ പ്രോഫിറ്റ് മുഴുവൻ അതിന്റെ ഒരു 90% ഫിഫയുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഈ നടത്തുന്ന നഗരങ്ങൾക്ക് വലിയൊരു അത്ര ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് പലരും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഫണ്ടിനെ പറ്റിയും വലിയ വിമർശനങ്ങളുണ്ട്. വലിയൊരു ഹ്യൂജ് വന്നിട്ട് അതിൽ ഏതാണ്ട് ഒരു 13 മില്യൺ ആണല്ലോ ഒരു ടീമിന് കിട്ടുന്നത്. പിന്നെ ജയിക്കുന്ന ടീമിനാണെങ്കിലും 53 മില്യൺ. അപ്പോൾ ആ രീതിയിൽ അതിലും ഒരു ഇമ്പാരിറ്റിയുടെ ഒരു സാധനത്തിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദിലീപിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, പ്രൈസ് മണി ഇപ്പൊ ഒന്നാമത് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ടീമെന്നുള്ള ജയിക്കാൻ പോണ ടീംസ് എന്നുള്ള കളിക്കാർക്ക് അത് വലിയൊരു പ്രസക്തി ഇല്ല. ഓരോരുത്തരുടെയും കോൺട്രാക്ട് തന്നെ പലരുടെയും ഒരാഴ്ച
$500,000 ഒക്കെ കിട്ടുന്ന കളിക്കാരാണ് പലരും. അപ്പൊ അവർക്ക് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും തോന്നുന്നില്ല. അങ്ങനത്തെ വലിയ കളിക്കാർ ഇവിടെ വന്ന് കളിക്കേണ്ടത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ പൈസ നോക്കിയിട്ടല്ല. ഈ പൈസയുടെ പ്രശ്നം വരാൻ പോണ പലപ്പോഴും ഇപ്പൊ നൈജീരിയ ഒക്കെ 98 വേൾഡ് കപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട് സ്പെയിനെ തോൽപ്പിച്ച് 2ാം റൗണ്ട് മത്സരത്തിന് മുമ്പ് അവര് ബോണസിനെ പറ്റി അവരുടെ ഫെഡറേഷനായി തല്ലുകൂടി കോൺസെൻട്രേഷൻ മുഴുവൻ പോയി 2ാം റൗണ്ടിൽ പോയി ഡെൻമാർക്കിനോട് തോൽക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ ചില ടീമുകൾക്ക് ഇതൊരു ഇഷ്യൂ ആയി മാറും. ജയിക്കാൻ പോണ ടീംസിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഫാക്ടർ ആയിരിക്കുന്നു. പിന്നെ ദിലീപിന്റെ ഒരു ഇതുവരെയുള്ള ഒരു ഫുട്ബോൾ റീഡിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ ആയിട്ട് ഒരു പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആളും കൂടിയാണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഇൻക്ലൂസീവായി മാറേണ്ട ഒരു സംഗതി. നമ്മളൊരു ജീവിതകാലത്ത് ഏറ്റവും മോശമായിട്ട് ഒരു തരത്തിലുള്ള ഒരു സെക്ടേറിയനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എക്സ്ക്ലൂസിവിറ്റി കാണിക്കുന്നത് അത് കുറച്ച് ആൾക്കാർ പുറത്തു നിന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിട്ട് ദിലീപിന് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കളി കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പോ ഫിഫ ഒരു പരിധിക്കപ്പുറം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവസാനം ഈ റൂൾസും ഇതൊക്കെ കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അതിന് എത്ര തന്നെ ഇപ്പൊ ഇൻഫന്റിനോ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചു, അടുത്ത തവണ ഇപ്പൊ നിങ്ങള് UK ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വരണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾക്ക് കയറ്റാൻ പറ്റുമോ? അത് ശരിയാണ് ആ ചോദ്യം. ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ ഇന്ത്യയിലായാലും നമ്മളിപ്പോ 2036 ഒളിമ്പിക്സ് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, പാകിസ്ഥാൻ അത്ലീറ്റ്സിന് വിസ കൊടുക്കുമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ സമയത്ത് ആ നാട്ടിലത്തെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നതാണ്.